Hi friends, welcome to Jammy's Cook and Craft. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിത് ഒരു സിമ്പിളായിട്ടുള്ളൊരു കേക്ക് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാമെന്നാണ്. ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ളൊരു ഡിസൈനാണിത്. അപ്പോൾ നമ്മളിത് ചെയ്തിട്ടുള്ളത് വനില ഫ്ലേവറിലുള്ളൊരു കേക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് എല്ലാ കേക്കിനും ചെയ്യുന്ന പോലെ തന്നെ ഒരു കേക്ക് ബോർഡ് എടുത്ത് വയ്ക്കുക. അതിലേക്ക് കുറച്ച് ക്രീം ആക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകാണ്ടിരിക്കാനാണ് നമ്മൾ കുറച്ച് ക്രീം അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത്രത്തോളം ഒരു ക്രീം തേച്ചതിന് ശേഷം നമ്മൾ കേക്ക് ഇവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 8 ഇഞ്ചിൻ്റെ പാനിൽ ബേക്ക് ചെയ്തൊരു കേക്കാണ്. അപ്പോൾ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേക്കിൽ നിന്നും ഒരു ലെയർ എടുത്ത് വയ്ക്കുന്നു. അതിലേക്ക് നമ്മൾ കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചോക്ലേറ്റ് ചിപ്സ്, നട്ട്സ് ഇതെല്ലാം നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് നമ്മൾ ചെയ്യുന്നത് അര കപ്പ് ഷുഗർ പ്ലസ് 1 കപ്പ് വാട്ടർ, ഇത് രണ്ടും കൂടെ നന്നായിട്ട് ബോയിൽ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ വീണ്ടും നെക്സ്റ്റ് ലെയർ വയ്ക്കുന്നു, ഷുഗർ സിറപ്പ് വയ്ക്കുന്നു. അങ്ങനെ നമ്മൾ 3 ലെയറും വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുക. അതായത് തിന്നായിട്ടുള്ളൊരു ലെയർ കോട്ടിങ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് നന്നായിട്ട് ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ബാലൻസ് ക്രീമിലേക്ക് ഞാനിവിടെ കുറച്ച് കളറാണ് ആഡ് ചെയ്യുന്നത്. അതായത് കളർ മിസ്റ്റിൻ്റെ പീച്ച് കളറാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. 1 ഡ്രോപ്പാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതുപോലെ ജസ്റ്റ് ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡ് കിട്ടും. അപ്പോൾ നമ്മുടെ കേക്ക് കൂടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രം കോട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യുന്ന ടൈമിൽ ഈ കേക്കിൻ്റെ പൊടികളൊന്നും ഈ ഫൈനൽ കോട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ക്രം കോട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രീസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ക്രീമൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തൊന്നും ആക്കി നല്ല ലെവലിലാക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നമ്മളിത് സ്പാറ്റിലയും അതുപോലെ ഈ സ്ക്രൈപ്പറൊക്കെ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഓക്കെ, ഇവിടെ കേക്ക് കൂടെ ഒരുവിധം നന്നായിട്ട് ലെവലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ കുറച്ച് ക്രീം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മളിതൊന്ന് പേരെഴുതി കൊടുക്കുക. ഞാനിവിടെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെയാണ് പേരെഴുതി കൊടുത്തിട്ടുള്ളത്. നമ്മൾ പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കിയതിന് ശേഷം ടിപ്പൊന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതിയാവും. അതിനുശേഷം നമ്മൾ കേക്കിൻ്റെ സൈഡ്സിലെല്ലാം ഇതുപോലെ ചോക്ലേറ്റ് ചിപ്സ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ബാലൻസ് കുറച്ച് ക്രീം നമ്മൾ മാറ്റി വെച്ചിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് റോസറ്റ്സും നമുക്ക് സൈഡിൽ കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കയ്യിൽ സ്പ്രിങ്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്ത് ഫൈനലായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു കേക്ക് ഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു 1/2 kg റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1/2 kg വിപ്പിംഗ് ക്രീം മതിയാവും ഈ കേക്ക് ഫുള്ളായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ബിഗിനേഴ്സിന് പോലും സിമ്പിളായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. അപ്പോൾ നമുക്ക് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസൈനിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെപ്പോഴും കണ്ടു മടുത്തിട്ടുള്ളൊരു ഡിസൈനിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് വൈറ്റ് ഫോറസ്റ്റ് കേക്ക്സൊക്കെ ഈ ഒരു ഡിസൈനിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.